ഹലോ ഗായ്സ്, ഇന്നൊരു ചിക്കൻ കറി ആക്കി നോക്കിയാലോ. ഇതിന് വേണ്ട ചേരുവകൾ: ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി പേസ്റ്റ്, ഉള്ളി. ഒരു 7 ഉള്ളി എടുത്തോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി വെക്കുക, അതിലേക്ക് മുളക് ഇടുക, അതിലേക്ക് തേങ്ങയും ജീരകവും മല്ലിയും ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുക. ഇതിൽ കാണുന്നില്ല കേട്ടോ, അത് സംഭവം കറണ്ട് പോയി, അതുകൊണ്ട് ഇതിൽ കാണാത്തത്. നല്ലപോലെ വറുത്തെടുക്കുക. അങ്ങനെ വറുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുപ്പിലേക്ക് ഒരു ഉരുളി വെക്കുക, അതിലെണ്ണ ചേർക്കുക, കടുകിട, ഉള്ളിയിട, നല്ലപോലെ വഴറ്റുക. കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടാം, ആവശ്യത്തിന് കറിവേപ്പില ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നല്ല പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക, നല്ലപോലെ ഇളക്കണേ. അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. ഇളക്കി കൊടുക്കുക. അതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി മുളക് പൊടി ഇടണേ. മറ്റേത് അരച്ചത് കുമ്മിട്ടിമുളക് മാത്രം, ഇത് എരിവുള്ള മുളക് ഒരു 5-6 ടേബിൾ സ്പൂണ് ആഡ് ചെയ്യുക. ആവശ്യത്തിന് എത്ര വേണോ അതനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ചിക്കൻ ഇടാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു 4 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക. അതിലേക്ക് അത് തുറന്നിട്ടാകുമ്പോഴത്തേനും ഏകദേശം ഒരു 1/4 ഭാഗം വെന്തു. അതിലേക്ക് അരച്ചത് ചേർക്കുക. അതിലിട്ടത് മുളക്, ജീരകം, തേങ്ങ, മല്ലി, ഇത്രയാണ് ഇട്ട് ചേർത്തത്. അതിലേക്ക് പുളിയും ചേർത്ത് കേട്ടോ. അധികം പുളി വേണ്ട, കുറച്ച് പുളി ചേർക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി മൂടി വെച്ച് വേവിക്കുക. എന്തായാലും 1 മണിക്കൂർ വേവണം. അത് കഴിഞ്ഞിട്ട് തുറന്നപ്പോൾ നോക്ക്, നല്ല സ്വാദുള്ള ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞില്ല. ഇനി ചിക്കൻ മസാലയും മല്ലിച്ചപ്പും ഇടാനുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ വെന്തു. ഇനി ചിക്കൻ മസാല ഇടാം. അതിലേക്ക് മല്ലിച്ചപ്പും ആഡ് ചെയ്യുക. ഓക്കെ, കറി റെഡിയായി കേട്ടോ. ഇതാണ് ചിക്കൻ കറി. ഇഡലിക്കും ദോശക്കും ഒന്നിച്ച് കൂട്ടാൻ നല്ല കറി. ഓക്കെ, ബൈ. ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.